ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയും ഭാര്യ അനുഷ്ക ശർമ്മയും ലണ്ടനിലേക്ക് സ്ഥിരമായി താമസം മാറുമെന്ന സൂചനകൾക്കിടെ ഉയർന്ന അഭ്യൂഹത്തിന് മറുപടിയുമായി വിരാടിന്റെ സഹോദരൻ വികാസ് ലണ്ടനിലേക്ക് താമസം മാറുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലുള്ള സ്വത്തിന്റെ പവർ ഓഫ് അറ്റോർണി സഹോദരന് കൈമാറിയെന്നായിരുന്നു വാർത്ത. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് വികാസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടു. ഇക്കാലത്ത് ഇത്രയധികം തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. ചില ആളുകൾ വളരെ സ്വതന്ത്രരാണ്. അങ്ങനെ ചെയ്യാൻ ധാരാളം സമയമുണ്ട്. നിങ്ങൾക്ക് ആശംസകൾ. പരിഹാസരൂപേണയുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വികാസ് പറഞ്ഞു. അനുഷ്കയ്ക്കും 2 കുട്ടികൾക്കുമൊപ്പം വിരാട് കോഹ്ലി UK-യിലേക്ക് സ്ഥിരമായി താമസം മാറാൻ പദ്ധതിയിടുന്നതായും ഗുരുഗ്രാമിലെ തന്റെ 80 കോടി രൂപ വിലമതിക്കുന്ന വീടിന്റെ പവർ ഓഫ് അറ്റോർണി സഹോദരൻ വികാസിന് കൈമാറിയെന്നുമായിരുന്നു മാധ്യമ വാർത്തകൾ. സ്വത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പൂർണ്ണ അധികാരം നൽകുന്നതാണ് പവർ ഓഫ് അറ്റോർണി. അറ്റകുറ്റപ്പണികൾ, വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പവർ ഓഫ് അറ്റോർണി അധികാരം നൽകുന്നു. വിദേശത്ത് സ്ഥിരതാമസമാക്കാനാണ് വിരാട് കോഹ്ലിയുടെ പദ്ധതിയെന്ന് കുറെ കാലമായി റിപ്പോർട്ടുകളുണ്ട്. അനുഷ്ക ശർമ്മയും കുട്ടികളും 1 വർഷത്തിലേറെയായി ലണ്ടനിലാണ് താമസിക്കുന്നത്. ക്രിക്കറ്റ് ഇടവേളകളിൽ കോഹ്ലിയും അവർക്കൊപ്പം ഉണ്ടാകും. IPL-ന് ശേഷം ലണ്ടനിൽ പോയ കോഹ്ലി ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ക്യാമ്പിൽ ചേരുന്നതിന് ഈ ആഴ്ചയാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. തുടർന്ന് ടീമിനൊപ്പം പെർത്തിലേക്ക് പോയി.